ഹേയ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, ഇത് നിങ്ങളിൽ ഓരോരുത്തർക്കും ഓപ്പൺ ചെയ്യാനുള്ള നിങ്ങൾക്കയച്ച മെസ്സേജാണ്. നിങ്ങൾക്ക് പടച്ച റബ്ബ് അയച്ച മെസ്സേജാണ്. നമ്മുടെ മുത്ത് ഹബീബിൻ്റെ അടുത്ത് അയച്ച മെസ്സേജാണ്. ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചതും പടച്ച റബ്ബാണ്. അതുപോലെ ഇത് കേൾക്കാനുള്ള മനസ്സ് തരുന്നതും പടച്ച റബ്ബാണ്. നമുക്ക് ദുആയ്ക്ക് ഉത്തരം കിട്ടണം. ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. എങ്കിൽ പടച്ച റബ്ബ് 5 സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സമയം. ആ ഒരു സമയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സമയമാണ് നമ്മുടെ റജബ് 27. അള്ളാഹുവിൻ്റെ മാസമായ ഈ മാസത്തിൽ റജബ് 27ൻ്റെ പകലിലും രാവിലും, അതുപോലെ നാളെ റജബ് 26 അതുപോലെ ഇന്ന് രാത്രി റജബ് 26ൻ്റെ രാവും വെള്ളിയാഴ്ച രാവിൻ്റെ ഫലവും കൂടി കിട്ടും. അപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ പടച്ച റബ്ബ് നമ്മുടെ ദുആ തട്ടിക്കളയില്ല. നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണം. അതുപോലെ നമ്മൾ എല്ലാ കാര്യവും പടച്ച റബ്ബിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പടച്ച റബ്ബ് നടത്തിത്തരും, അത് ഉറപ്പാണ്. ഈ ഒരു മാസത്തിൽ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹേയ് മനുഷ്യ, ലോകത്തിലൊരു മനുഷ്യനും പടച്ച റബ്ബിനെ നേരിട്ട് കണ്ടിട്ടില്ല. ആകെ നമ്മുടെ മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ് പടച്ച റബ്ബിനെ കണ്ടത്, നമ്മുടെ അള്ളാഹുവിനെ കണ്ടത്, നമ്മുടെ സൃഷ്ടാവിനെ കണ്ടത്. അതും ഈ റജബ് 27-നാണ്. ആ ഒരു ദിവസമാണ് മിഹ്റാജ്. മിഹ്റാജ് എന്ന ഈ ഒരു ദിവസത്തെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. പടച്ച റബ്ബിൻ്റെ മാസത്തിലെ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് പടച്ച റബ്ബിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദുആയ്ക്ക് ഉത്തരം കിട്ടും. ഈ ഒരു മാസത്തിൽ നിങ്ങൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം എന്ന ഈ ഒരു ദിക്ർ നിങ്ങൾ ധാരാളം അധികരിപ്പിക്കുക. നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു മരം തന്നെ ഓരോ ദിക്ർ ചൊല്ലുമ്പോഴും നിങ്ങൾക്ക് സൃഷ്ടിക്കാനാവും. ഇത്രക്ക് മഹത്വമുള്ള ഈ ഒരു ദിക്ർ നിങ്ങൾ ഈ ഒരു 2 ദിവസമായിട്ട് നിങ്ങൾ ഒരു ദിവസം 313, പറ്റുമെങ്കിൽ ഒരു 113 ചൊല്ലി ദുആ ചെയ്തോളി. നിങ്ങളുടെ ആഗ്രഹം ഉടനടി പടച്ച റബ്ബ് നടത്തിത്തരും. നിങ്ങൾ നിസ്കാരത്തെ ഖളാ ആക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ദുനിയാവിലും അതുപോലെ നാളെ ആഖിറത്തിലും നിങ്ങൾ അനുഭവിക്കും. പടച്ച റബ്ബ് നമുക്ക് ഈ ഒരു മാസത്തിൽ അള്ളാഹു നമ്മുടെ ഹബീബിൻ്റെ അടുത്ത് സമ്മാനമായിട്ട് കൊടുത്തുവിട്ട ഒരു ഭാഗമാണ് നമ്മുടെ നിസ്കാരം. 50 റക്അത്തായിരുന്നു കൊടുത്തുവിട്ടത്. അങ്ങനെ ഹബീബ് കുറച്ച് 5 റക്അത്താക്കിയിട്ട് ഉമ്മത്തിങ്ങൾക്ക് തന്നതാണ്. ഈ ഒരു 5 റക്അത്തിനെ നമ്മൾ മുറുകെ പിടിക്കണം. ഖളാ ആക്കാതെ നിസ്കരിക്കണം. നമ്മുടെ വീട്ടിലെല്ലാവരും ഖളാ ആക്കാതെ നിസ്കരിക്കണം. സുന്നത്തുകൾ നിസ്കരിക്കണം. പടച്ച റബ്ബിനോട് നമ്മൾ അടുത്തു വരണം. ഈ രാവിൻ്റെ മഹത്വമേറിയ ദുആയിൽ നിങ്ങൾ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണം. പടച്ച റബ്ബിനെ ഓർമ്മിച്ചിട്ട് നമ്മൾ നടക്കണം. അതുപോലെ ഈ ഒരു രാവിലെ നമ്മൾ ദുആയ്ക്ക് വേണ്ടി തന്നെ മാറ്റിവെക്കുക. അമലുകൾ ചെയ്യുക, ദുആ ചെയ്യുക. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ദുആ ചെയ്തോളി, തെറ്റുകൾ ഞാൻ പുറത്തു തരാം. ആവശ്യങ്ങൾ ചോദിച്ചോളി, എന്നോട് ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് സാധിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പടച്ച റബ്ബിനോട് പറയേണ്ട ഒരു ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ള 2 ദിവസങ്ങൾ. ഈ ഒരു ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.